ജോലിക്കുട്ടി ഇപ്പഴേ പൂച്ചക്കുട്ടിയായോ? മമ്മി ഇവരോടൊന്നും സംസാരിച്ച് നിൽക്കണ്ട മമ്മി. വേഗം വാ, നമുക്ക് മിസ്സിന്റെ അടുത്തേക്ക് പോവാം. അതെ ആന്റി, ഒട്ടും സമയം കളയല്ല. പ്രീതി എന്തെങ്കിലും ചെയ്യണം. നമ്മൾ ഇനി എന്ത് ചെയ്യാം? ഇതെന്ത് പറ്റി പെണ്ണിന്? ആന്റി എനിക്ക് പിടികിട്ടി, ഇത് അവളുടെ അടവാ. എന്നാലും നിങ്ങൾ എന്തിനാ ചിന്നുവിന് മാത്രം അവിടെ ഒറ്റക്കാക്കി വന്നേ? നിങ്ങൾക്ക് അവളെയും പിടിച്ചുകൊണ്ട് വന്നൂടായിരുന്നോ? അത് ശരി, നല്ല കൂട്ടുകാരാ. അപ്പൊ നിങ്ങള് ആപത്തിൽ സഹായിക്കാത്ത കൂട്ടുകാരാണ് നിങ്ങള്. ചേട്ടാ, നമ്മളിനി ആ കൊച്ചിനെ എന്ത് ചെയ്യും? അത് പിന്നെ അവളൊക്കെ ഓക്കെ ആയി വരും. എനിക്ക് തോന്നുന്നില്ല ചേട്ടാ. ഇന്നലെ അവൾ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും പ്രശ്നമായോ? ഇനി നമുക്ക് വല്ല ഡോക്ടറെയും കാണിച്ചാലോ അവളെ? അതെങ്ങനെ? നമ്മൾ ഡോക്ടറെ കാണിക്കും. ഡോക്ടറെ കണ്ടാൽ അവൾ സത്യമെല്ലാം തുറന്നു പറയില്ലേ നമ്മുടെ കൊച്ചല്ലാന്ന്? അതും ശരിയാണല്ലോ. പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? നോക്കട്ടെ, നീ ടെൻഷൻ ആവാതെ. ഞാൻ അറിയുന്നൊരു ഡോക്ടറുണ്ട്, അവനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. പെട്ടെന്ന് വേണം, അവള് നിസ്സാരക്കാരിയല്ല. അതെ അതെ, അത് ഇന്നലെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ഇപ്പൊ എവിടെ ആള്? ഇപ്പൊ ഉറങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാനേ അയച്ചിട്ടില്ല. ഞാനും ഉറങ്ങിയിട്ടില്ല, അവളും ഉറങ്ങിയിട്ടില്ല. ഭയങ്കര ഒച്ച വെച്ച് കരയാ ചേട്ടാ. ചേട്ടനും കൂടി ഇന്നലെ ഇല്ല. ഞാനാകെ പേടിച്ചു പോയി. നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ? എന്നോട് കാര്യം പറയാൻ നീ എന്തിനാ പേടിക്കുന്നേ? പറയടോ. അത് നമ്മൾക്ക് അവളെ അങ്ങ് ഉപേക്ഷിച്ചാലോ? ഇതെന്ത് പറ്റി നിനക്ക്? നീ തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇപ്പൊ നിനക്കാണോ കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല ചേട്ടാ, അവൾ അത്രയ്ക്ക് പേടിപ്പിച്ചു എന്നെ ഇന്നലെ രാത്രി. നമ്മുടെ വീടിനടുത്ത് ആരുമില്ലാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇന്നലെ ഭയങ്കര ഒച്ചയും ബഹളമായിരുന്നു ഇവിടെ. നീ ടെൻഷൻ അടിക്കാതെ, നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കാന്ന്. ഇപ്പൊ തോന്നുവാ കൊച്ചൊന്നും വേണ്ടായിരുന്നു. നമ്മുടെ കഷ്ടകാലം കൊണ്ടാ അവളെ കൊണ്ടുവരാൻ നമുക്ക് തോന്നിയത്. വിഷമിക്കല്ലടോ, എല്ലാം ശരിയാവുന്ന്. ഞാനൊന്ന് നോക്കട്ടെ. ഇന്ന് തന്നെ അവളെ ഡോക്ടറെ കാണിക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ മിസ്സിനെ പോയി കാണാം. ഇതാ എടി മൊത്തം ചളിയുണ്ടല്ലോ. ആ ചളി തന്നെയാ നീ നമ്മുടെ ദേഹത്തേക്ക് ആക്കിയത്. ഏത് ഇതോ? പഠിച്ചോനെ, ആ പെണ്ണെന്ത് പണിയാ കാട്ടണേ? ഉണ്ണിക്കുട്ടാ, ചായ വാങ്ങി കുടിക്ക്. ഉണ്ണിക്കുട്ടാ, ഇത് വാങ്ങിച്ചേ. എനിക്ക് വേണ്ട 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 വേണ്ട. എന്തിനാ ഉണ്ണിക്കുട്ടാ നീ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ അമ്മോട്, ഞാൻ വരുമ്പോഴേക്കും ബിരിയാണി ഉണ്ടാക്കി വെക്കണമെന്ന്. ഉണ്ണിക്കുട്ടാ, നീ എന്തൊക്കെയാ പറയുന്നേ? മോനെ, അച്ഛന് വയ്യാത്തോണ്ടല്ലടാ മോനെ കാശില്ലാത്തത്. മോനെ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഇന്നലെ എന്റെ ക്ലാസ്സിലെ വിനു അവൻ ബിരിയാണി കൊണ്ടുവന്നു, എന്നിട്ട് എനിക്കൊന്നും തന്നില്ല. അത് മോനെ, നമുക്ക് പിന്നെ വെക്കടാ. അമ്മക്കാണെങ്കിലേ ജോലിക്കും പോകാൻ പറ്റണില്ല. നാളെ മുതൽ എന്തായാലും ഞാൻ പോണുണ്ട്.
അച്ഛനെ നോക്കാനേ അച്ഛമ്മയോട് ഇവിടെ വന്ന് ഇരിക്കാൻ പറയാം. എന്നെ നോക്കാനേ ആളൊന്നും വേണ്ട. നീയേ ആ ജോലിക്ക് പോയിട്ടേ എന്റെ മോനൊരു ബിരിയാണി വെച്ചു കൊടുക്ക്. ഞാൻ ആ ചേച്ചിനെ ഒന്ന് പോയി കാണട്ടെ, കുറെ ദിവസമായില്ലേ പോയിട്ട്. എന്തിനാ ഉണ്ണിക്കുട്ടാ നീ അമ്മ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? പിന്നെ ചേച്ചിക്ക് അതൊക്കെ പറഞ്ഞാ മതി. ആ വീണല്ലേ, അവനെ എന്റെ മുഖത്ത് നോക്കിയിട്ട് ബിരിയാണി കഴിച്ചത്. മോനെ, ഇത് ചായ അരി വറുത്തതുണ്ട്, അത് കഴിക്കേണ്ട മോനെ. ഓ, ഇപ്പൊ നോക്കിയാലും അരി വറുത്തത്, എനിക്കൊന്നും വേണ്ടത്. എന്നാ നീ കഴിക്കണ്ട, വിശക്കുമ്പോഴേ താൻ അങ്ങ് വന്നോളും. വാസന്തി, അവനെ ചീത്ത പറയില്ലേ നീ? പിന്നെ നിങ്ങളാണ് ഇവനിങ്ങനെ വഷളാക്കുന്നത്, അവന് കൂട്ടു നിന്നിട്ട്. ഞാൻ കണ്ടില്ല. എന്തൊക്കെ കാട്ടിട്ടും ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല. ഇപ്പൊ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ടാവും. ചിന്നു, എല്ലാരും സ്കൂളിൽ പോക്ക് നടത്തിയിട്ടുണ്ടാവും. പ്രീച്ചൊക്കെ എല്ലാരും സ്കൂളിൽ പോയിട്ടുണ്ടാവും. കുഞ്ഞപ്പും പൊടിമോളും എല്ലാരും എനിക്ക് ഒരുപാട് മിസ് ചെയ്യാ. എന്തിനാ ഇവരെന്നെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നേ? നാശം പിടിച്ചത്, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിന്നെ ഞാനൊന്ന് ശരിയാക്കി തരാം. നാശം പിടിച്ച ജന്തു ഇവിടെ വന്ന് ശബ്ദം ഉണ്ടാക്കുക. പോന്ന്. ദേ, നീ എന്റെ പൂച്ചയെ എന്ത് ചെയ്തേ? പൂച്ചയെ മാത്രമല്ല, നിന്നെ ഞാൻ എടുത്തിടും. ആഹാ, എടി നീ യാത്രക്കായോ? നിന്നെ ഞാൻ ഇന്നുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സാധനവും ഞാൻ എടുത്ത് പുറത്തേക്കിടും. അല്ലെങ്കിൽ എന്നെ പുറത്തേക്ക് ഇറക്കി വിട്ടോ, ഞാൻ പോയിക്കോളാം എന്റെ അമ്മയുടെ അച്ഛന്റെ അടുത്തേക്ക്. എനിക്ക് ദേഷ്യം വരുന്നു. എന്നെ തുറന്നുവിടടി, എന്നെ തുറന്നുവിട്, എനിക്കെന്നെ വീട്ടിൽ പോണം. നീ എന്തൊക്കെ കാണിച്ചാലും നിന്നെ തുറന്നു വിടില്ല. നീ എന്തിനാ എന്റെ പൂച്ചയെ പുറത്തേക്കിട്ടെ? ചേട്ടൻ ഇങ്ങോട്ട് വരട്ടെ, നിന്നെ ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവത്തില്ലേ? അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞാൽ അവൾക്ക് കേൾക്കത്തില്ല. പാവം എന്റെ പൂച്ച. എന്നെ തുറന്നു വിടില്ലേ? ഒരിക്കലും തുറന്നു വിടില്ലേ? എനിക്ക് എന്റെ അമ്മയെ കാണാൻ പറ്റില്ലേ? പറ, ഇപ്പൊ പറ, എനിക്കറിയണം. അയ്യോ, എന്തൊരു പെണ്ണാണിത്? ഇതിന്റെ സ്വഭാവം ഇപ്പോഴല്ലേ പുറത്തേക്ക് വരുന്നത്? ഞാനൊരു പാവം കുട്ടിയാണ് ഇതെന്നാ വിചാരിച്ചത്. എന്നെ തുറന്നു വിടില്ലേ? പറ, എനിക്ക് എന്റെ അച്ഛനെ കാണണം, എനിക്ക് എന്റെ അമ്മയെ കാണണം. ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും നിന്നെ തുറന്നു വിടില്ല. നീ എന്റെ പൂച്ചയെ വലിച്ചെറിഞ്ഞല്ലേ, അതിനെന്തെങ്കിലും പറ്റിയെന്ന് നോക്കട്ടെ. Huh?